ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ UDFിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ EJ അഗസ്റ്റ്യേട്ടൻ, പ്രിയങ്കരനായ UDFിൻ്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP, ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ KC ജോസഫ്, പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ ജോയി എബ്രഹാം, പ്രിയപ്പെട്ട ശ്രീ അസീസ് ബഡായിൽ ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നു. വേദിയിലും സദസ്സിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ 14 ജില്ലകളിൽ എല്ലാ ലോക്കൽ ബോഡികളിൽ നിന്നും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോട്ടയത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ UDF യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഉള്ളത് 2 തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, നമ്മുടെ പ്രാദേശിക പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. നമുക്ക് നല്ല വിജയം ആ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം. അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ UDFിൻ്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും നടത്തും. ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്തൊരു പേര് UDFിനുണ്ട്. ടീം UDF എന്നാണ് എല്ലാവരും UDFിനെ വിളിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10 കൊല്ലക്കാലം LDF കൈവശം വച്ചിരിക്കുന്ന സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാം തിരിച്ചു പിടിച്ചത് ആ ടീം UDFിന്റെ കരുത്താണ്. ഇനി ടീം UDF ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 100-ലധികം സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നിൽക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്. ഇത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണി നേതാക്കളും. അതുകൊണ്ട് 2026-ലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് പെരുമാറുന്നത്. എന്തൊക്കെ ചെയ്യണമെന്നൊരു രൂപമില്ല. തോന്നുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ പാളിപ്പോവുകയും ചെയ്യണം. 7 നിലയിലാണ് പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ്, ആ വിഭ്രാന്തിയിൽ നിന്നാണ് ഉടലെടുത്ത സംഭവമാണ് നമ്മുടെ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. 10ാമത്തെ കൊല്ലമായപ്പോൾ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 10ാമത്തെ കൊല്ലം. ഞാനിതൊക്കെ പറഞ്ഞാലും അത് നടത്തിയത് നന്നായെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആളുകൾ ഇപ്പോൾ ഓർത്തെടുക്കും. പഴയ കാര്യങ്ങൾ ഇപ്പം മുഴുവൻ പണ്ട് നടത്തിയ പ്രസ്താവനകളാണ്. എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എല്ലായിടത്തും കാണുന്നത്. അന്നത്തെ കാലത്ത് അതെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. എന്തായിരുന്നു? പോലീസിന്റെ പിന്തുണയോടുകൂടി പോലീസ് ക്ലബിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് 2 പേരെ, അവരുടെ പേരൊന്നും പറയുന്നു, രാത്രി ഇരുട്ടിന്റെ മറവിൽ ശബരിമല കയറ്റി ആചാര ലംഘനത്തിന് കൂട്ടുന്നു. ആകാശം ഇടിഞ്ഞു വീണാലും ഈ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞൊരാൾ. ആചാര ലംഘനം നടത്തുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതി ഉണ്ടാക്കി കേരളത്തിൽ മുഴുവൻ മതിൽ തീർത്തയാൾ. നവോത്ഥാനം പുരോഗമന ചിന്താഗതിയാണ് നവോത്ഥാനം. ആ നവോത്ഥാന മതിൽ പങ്കെടുത്ത 2 പേരാണ്. ഒരു ചേട്ടനും ചേച്ചിയാണ് പത്തനംതിട്ടയിൽ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നരബലി നടത്തിയത്. അതിൽ പങ്കെടുത്ത 2 പേരാണ് നരബലി നടത്തിയത്. അതാണ് നവോത്ഥാനം. നമ്മൾ എന്താ ചെയ്തത്? ഈ തീരുമാനം വന്നപ്പോൾ നമ്മൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ചോദ്യങ്ങൾ. എന്താ ചോദ്യങ്ങൾ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആചാര നടപടികൾ അവിടെ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് അനുകൂലമായ ഒരു സത്യവാങ്മൂലം നമ്മൾ സുപ്രീം കോടതിയിൽ കൊടുത്തു. LDF ഗവൺമെന്റ് വന്നപ്പോൾ, പിണറായി സർക്കാർ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനത്തിന് നടപടി സ്വീകരിക്കുന്ന ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകി.
അപ്പൊ ഈ 10ാമത്തെ കൊല്ലം അയ്യപ്പ ഭക്തി വന്നിരിക്കുന്ന പിണറായി വിജയനും സർക്കാരും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. മിണ്ടി കൊടുത്തിട്ടില്ല, ഇതുവരെ മിണ്ടി കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി അടക്കം ശ്രീ അടൂർ പ്രകാശ് അടക്കം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി UDF നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക്, UDFിൽ അല്ലാത്ത നാമജപഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായിട്ടൊക്കെ ആയിരക്കണക്കിന് കേസാണ്. ഇപ്പോഴും അവർ കോടതി കയറി ഇറങ്ങാം. കേസ് പിൻവലിക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞതാണ്, പക്ഷെ കേസ് പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. മൂന്നാമത്തത് കുറെ കൂടി രസകരമാണ്. 10 കൊല്ലമായിട്ട് ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ സായാഹ്നത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ. ഇപ്പോഴാണ് ഓർത്തത് മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനത്തിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ അടൂർ പ്രകാശും ശ്രീ KC ജോസഫും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗങ്ങളായി. അവരന്ന് ചെയ്തതറിയാമോ? ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി കിട്ടാത്തതാണ്. വനഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ സങ്കീർണമായ നടപടിക്രമമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 112 ഹെക്ടർ സ്ഥലം, അതായത് 300 ഏക്കറിൽ താഴെ ഈ സങ്കീർണമായ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി അത് ശബരിമലയുടെ വികസനത്തിന് വനം വകുപ്പിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. വനം വകുപ്പിന്റെ ഭൂമി നമ്മൾ എടുത്താൽ പകരം വനം വകുപ്പിന് എവിടെയെങ്കിലും ഭൂമി കൊടുക്കണം. അതിന് അല്ലെ ഇടുക്കി ജില്ലയിൽ 112 ഹെക്ടർ സ്ഥലം പകരം സർക്കാർ അക്വയർ ചെയ്തു. 32 ഏക്കർ വരും. അത്രയും സ്ഥലം, കൂടുതൽ സ്ഥലം, എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്തു. ആ ഗവൺമെന്റ് എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്വാമി അയ്യപ്പൻ റോഡ്, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ. പക്ഷെ 2016 ഇതെല്ലാം തീർന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ മുഴുവൻ അവിടെ ചെയ്ത പണി മുഴുവൻ അറിയാലോ. അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കി, അത് മുഴുവൻ തകർക്കുന്ന, ശബരിമലയുടെ ഒരു സാങ്കത്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ 10ാമത്തെ കൊല്ലമായപ്പോ മാസ്റ്റർ പ്ലാൻ. ഇതാരെ പറ്റിക്കാനാണ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ആരെ കബളിപ്പിക്കാനാണ്? ആരെ കബളിപ്പിക്കാൻ? ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഇനി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2026 ഞങ്ങൾ ചെയ്തോളാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. UDF ചെയ്യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച കാര്യങ്ങൾ അടുത്ത UDF സർക്കാർ നിങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നു, നിങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കുകയില്ല. ഇനി ഇപ്പോഴല്ല വന്നത്, ഇപ്പൊ പറയാണ് എന്താണ് പ്ലാറ്റിനം ജൂബിലി ആണെന്ന് പറഞ്ഞു. അവിടുത്തെ 1949 ദേവസ്വം ബോർഡ് ഉണ്ടായത് കവനന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. ആദ്യത്തേത് മന്നത്ത് പത്മനാഭനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പൊ 76 വർഷവും 2 മാസവും കഴിഞ്ഞു. ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് പ്ലാറ്റിനം ജൂബിലി 75ാം വർഷത്തിലാണ്. ഇപ്പൊ 76 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോഴാണ്. കാരണം ഇപ്പോഴാണ് 2026 കുറിച്ച് ഓർത്തത്. കഴിഞ്ഞ കൊല്ലം ആ പേടി ഉണ്ടായിരുന്നില്ല, അത്രയും പേടി ഉണ്ടായിരുന്നില്ല. 75 ഈ 2026 കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ പ്ലാറ്റിനം ജൂബിലിയാണെന്ന് പറയുന്നത്. ഈ കവനന്റ് വന്ന കാലത്ത് 42 ലക്ഷം രൂപ എല്ലാ സർക്കാരും ദേവസ്വം ബോർഡിന് കൊടുക്കണം. AK ആന്റണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് 82 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. പക്ഷേ പിണറായി സർക്കാർ ഞെട്ടിച്ചളഞ്ഞു. ഐസക്കിന്റെ ബഡ്ജറ്റിൽ 10 കോടിയാക്കി ഉയർത്തി. പക്ഷെ പേപ്പറിലല്ലോ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 5 കൊല്ലം ഐസക്ക് പോയിട്ട് ഇല്ലേ, ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 82 ലക്ഷം കൊടുത്തിട്ട് 3 കൊല്ലം ശബരിമലയിൽ. അതായത് കവനന്റ് പ്രകാരം ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട 82 ലക്ഷം കൊടുത്തിട്ട് 3 കൊല്ലമായി. നമ്മുടെ സർക്കാർ അവിടെ സൊസൈറ്റി ഉണ്ടാക്കി അല്ലെ, ക്ലീനിങ് സൊസൈറ്റി. അതിന്റെ ധാരണ 50% സർക്കാരും 50% ദേവസ്വം ബോർഡും. ഈ സർക്കാർ കൊടുത്തിട്ടില്ല. ആകാശം ഇതുവരെ കൊടുത്തു, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് കപട അയ്യപ്പ ഭക്തിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ആര്? യോഗി ആദിത്യനാഥ്
സന്ദേശം. എന്റെ വാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഞാൻ ഒരു നിമിഷം ഓർത്തു, വല്ല UDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായനെ പിന്നെ എന്തായനെ? ഇതിപ്പോ അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ആ യാത്രയിലാണ് പിണറായി വിജയൻ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ ആ പോക്കാണ്. തത്വമസി എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. തത്വമസി, അത് നീയാകുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കാപട്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. പിന്നെ ദേ ഒരു സാധനം വന്നേക്കുവാണ്, വികസന സദസ്. എവിടെയാണ്? പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും. അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാ. ഏത്? ലോക്കൽ ബോഡിയിൽ. അപ്പൊ എന്തിനാണോ വികസന സദസ്? ഇപ്പൊ എന്തിനാ വികസന സദസ്? കാശ് എവിടെന്നാ? അത് ലോക്കൽ ബോഡിയിൽ നിന്ന് എടുത്തോളാൻ, അവിടുത്തെ കാശ് എടുത്തോളാൻ പറയാ. ആരെ പറ്റിക്കാനാണ് ഇപ്പൊ വികസന സദസ്? ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കഴുത്ത് ഞെരിച്ചു കൊന്നൊരു സർക്കാർ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കൗൺസിലർമാരൊക്കെ കഴിഞ്ഞ കൊല്ലം 3 ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിന്. ഓഗസ്റ്റിൽ ആദ്യത്തെ കൊടുത്തു, ഓഗസ്റ്റിൽ കൊടുക്കേണ്ട 2ാം ഗഡു കൊടുത്തത് ഡിസംബറിലാണ്. കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി ബാൻ 5 ലക്ഷം രൂപ കൊടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ തീർന്നല്ല, കൊടുത്തത് തീർന്നല്ല. ട്രഷറിയിൽ നിന്ന് ബില്ല് മാറാൻ പറ്റില്ല. 3ാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതി. പക്ഷെ 22-ാം തീയതി ട്രഷറി പൂട്ടി. 22-ാം തീയതി. നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് 31-ാം തീയതി 12 മണി വരെ രാത്രി ടോക്കൺ കൊടുക്കും. 6 മണി വരെ നിന്ന് ബില്ല് പാസ്സാക്കി കൊടുക്കും. ഇത് കാശില്ലാത്തതുകൊണ്ട് 10 ദിവസം മുമ്പ് പൂട്ടി കഴിഞ്ഞിട്ടാണ് ലോക്കൽ ബോഡിക്ക് ബില്ല് കൊടുത്തത്. അപ്പൊ ഞങ്ങൾ അസംബ്ലിയിൽ കളിയാക്കി, ഇതിനാണ് ലഭ്യശ്രീ യോഗം എന്ന് പറഞ്ഞത്. പഞ്ചായത്തുകൾക്ക് കാശുണ്ടോ? ഉണ്ട്. ഇല്ല. ചിലരുടെ ജാതകം തുറന്ന് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണും രാജയോഗമുണ്ട്. ഞെട്ടിപ്പോവും. രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താ തമാശയില്ല, രാജാവിനെ പോലെ ജീവിക്കാന്ന. ഒരു 3 പേജ് മറിച്ച് കഴിയുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി. എന്നിട്ട് ഈ ഗവൺമെന്റ് എന്നിട്ട് പറയാ ഒരു പണി 20% അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവർ ആക്കി മാറ്റും. അപ്പൊ എല്ലാവരും വിചാരിക്കും 20 എങ്കിൽ 20, അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്ക് ഈ കാശ് കിട്ടുമല്ലോ. അപ്പൊ ഏപ്രിൽ ഒരു ഉത്തരവ് വരും, ഈ സ്പിൽ ഓവർ ആക്കിയ പൈസ ഈ വർഷത്തെ പദ്ധതിയിൽ എടുത്താൽ മതി. അപ്പൊ ഈ വർഷത്തെ പദ്ധതി കൊള്ളാമല്ലോ. ഇങ്ങനെ ലോക്കൽ ബോഡികളെ കഴുത്ത് ഞെരിച്ചു വന്ന സർക്കാർ വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചപ്പോൾ UDF അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളില്ല. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പ്രത്യേകമായി UDF പരിപാടി നടത്തി ജനങ്ങളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. നമ്മൾ LDF ഭരിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരായി നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കുറ്റപത്രം സമർപ്പിച്ച് നമ്മൾ പരിപാടികൾ നടത്തും. അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളം. ഈ സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾക്കറിയാലോ, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാക്കി. ആശുപത്രിയിൽ മരുന്നില്ല. ഓപ്പറേഷൻ നടത്താൻ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നൂല്, സൂചി, കത്രിയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം രോഗി. ആലപ്പുഴയിൽ നമ്മുടെ ഒരാൾ പോയപ്പോൾ പറഞ്ഞ് പഞ്ഞില്ല, പഞ്ഞിവിടെ മേടിച്ചുകൊണ്ട് ഓപ്പറേഷൻ പോയപ്പോൾ. അതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി. അതാണ് വിദ്യാഭ്യാസ മേഖല കുറവാക്കി വെച്ചിരിക്കുക. അറിയാലോ, വൈസ് ചാൻസലർമാർ പോലും ഇല്ലാതെയുള്ള തർക്കങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. സപ്ലൈകോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് 1000 കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. ക്ഷേമനിധികൾ തകർന്നു ഇല്ലേ? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര നാളായി? അംഗൻവാടിയുടെ ടീച്ചർമാരുടെ ക്ഷേമനിധി ഒന്നും കിട്ടുന്നില്ല. ഒരു പൈസ, അതാണ് ഒരു പൈസ
സർക്കാരിന്റെ കയ്യിലില്ല, ഒരു പൈസയില്ല. എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും തകർന്നിരിക്കുകയാണ്. നമ്മൾ മലയോര ജാഥ നടത്തി. മലയോരത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ബില്ലെന്ന് വെച്ചാൽ മൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശം. അപ്പൊ അത് കേന്ദ്ര നിയമത്തിനെതിരായിട്ടാണ് പാസ്സാക്കിയേക്കുന്നത്. അത് കുറെ നാൾ ഗവർണറുടെ അടുത്ത് പോയിരിക്കും, അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയിരിക്കും, അത് തിരിച്ചും കൂടെ അയക്കുമ്പോഴേക്ക് ഇലക്ഷൻ വരും. അപ്പൊ ഇലക്ഷൻ വരെ മൃഗങ്ങളെ വെടിവെക്കാൻ കടലാസിൽ സാധനം എഴുതി വെച്ചാൽ വെടിവെക്കാൻ പറ്റില്ല. ആളുകളെ പറ്റിക്കാണ്, മലയോരത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ. അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. തീരപ്രദേശത്ത് മുഴുവൻ വറുതിയാണ്. കാർഷിക മേഖല മുഴുവൻ ദുരിതത്തിലാണ്. എന്നിട്ട് റബ്ബറിന് 250 രൂപ. ഓർമ്മയുണ്ട? ഇവിടെ ഒന്നല്ലേ പ്രസംഗിച്ചത്? 250 രൂപ. അത് കിട്ടിയോ? തൊട്ടില്ലല്ലോ, ഒരു സാധനം തൊട്ടില്ല. ഒരു കാര്യവും. കാർഷിക മേഖല മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. എല്ലാ മേഖലയും തകർത്ത സർക്കാർ. നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ പ്രതിപക്ഷം ഒരു കാര്യവും വെച്ചു. ജനുവരിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്യും, 1, 2, 3, 4 എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ആരെ കബളിപ്പിക്കില്ല, വിശ്വാസ്യതയോടുകൂടി അവതരിപ്പിക്കും. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കും, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട്, ബദൽ പരിപാടികളുണ്ട്. നമ്മൾ ആരോഗ്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നു. വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി. ഈ മലയോരത്ത് ഞങ്ങൾ വിവിധ കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തും എല്ലാം ഡെമോൺസ്ട്രേഷൻ നടത്തും. ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടു കൂടി ശബ്ദവും വെളിച്ചവും ഉണ്ടാക്കി മൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ മലയോര ജനതയെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇവിടെ വർഗീയതയെ ഊട്ടി വളർത്തുകയാണ്. വെറുതെ അല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചത്, സ്റ്റാലിന്റെ പ്രസംഗവും അല്ലെങ്കിൽ വേറെ ആരുടെയല്ല, യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചതിന്റെ പുറകിലെല്ലാം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ്. അത് മനസ്സിലായി കാര്യം എന്താണ്? ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയാണ്. മാറി മാറി ഇത് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർഗീയത കേരളത്തിൽ BJPയെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷമുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി. അതിന് കുറെ ആളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി, തമ്മിൽ ആളുകളെ പറഞ്ഞ് മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ നമ്മൾ തുറന്നു കാട്ടും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാട് സ്വീകരിക്കും. വിട്ടുവീഴ്ചയില്ല. കേരളത്തിൽ ആര് വർഗീയത പറഞ്ഞാലും UDF അതിനെ ചോദ്യം ചെയ്യും, മിണ്ടാതിരിക്കില്ല. ആര് വർഗീയത പറഞ്ഞാലും ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആര് നോക്കിയാൽ അതിനെ UDF ചോദ്യം ചെയ്യും, മുഖത്ത് നോക്കി ചോദ്യം ചെയ്യും. കേവലം 4 വോട്ടിന് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മാത്രം മതേതര മൂല്യങ്ങളെ UDF വിറ്റ് കാശാക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ നമ്മൾ അതിശക്തിയായി എതിർക്കും. നിറഞ്ഞ മനസ്സോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കണം. കോട്ടയം ഒരു കാലഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാടാണ്. ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് കോട്ടയം. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയത്തെ ജനാധിപത്യ ചേരിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കണം എന്ന പ്രതിജ്ഞയാണ് നിങ്ങൾ ഓരോരുത്തരും പുതുക്കേണ്ടത് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.